കാബീൽ എന്ന് പറയുന്ന ഒരു മകൻ ഹാബീൽ എന്ന് പറയുന്ന മകനെ കൊന്നു. ലോകത്തെ ഏറ്റവും ആദ്യത്തെ കൊലപാതകം അത് നിഷ്ഠൂരമായ രീതിയിലായിരുന്നു. ഒരു കല്ലുകൊണ്ട് തലയിടിച്ച് ചതച്ചാണ് കൊന്നത്. ഹാബീൽ കൊല്ലപ്പെട്ട രക്തസാക്ഷി, ലോകത്തെ ആദ്യത്തെ രക്തസാക്ഷി. ഘാതകനാരാ? സ്വന്തം ഉമ്മയുടെ വയറ്റിൽ പറഞ്ഞ സ്വന്തം സഹോദരൻ. കൊലപാതകം ലോകത്ത് നടക്കുമെന്ന് മാത്രമല്ല, അത് ആരിൽ നിന്നും ഉണ്ടാകാമെന്നൊരു സന്ദേശം കൂടി ചരിത്രത്തിൽ ഉണ്ടെന്നാണ് തഫ്സീറിന്റെ ഉലമാക്കൾ എഴുതിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എത്ര അടുത്ത ബന്ധുവിൽ നിന്നും ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം പറഞ്ഞു കൊടുക്കാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം ആദ്യത്തെ കൊലപാതകം സ്വന്തം സഹോദരന്റെ കൈകൊണ്ടാണ്. ചരിത്രം പറയുന്നത് ആക്കാം, കൊല്ലപ്പെട്ട ഹാബീൽ അതിശക്തനായിരുന്നു എന്ന്. കൊല്ലപ്പെട്ട ഹാബീൽ അതിശക്തനായിരുന്നു. ഘാതകനായ കാബീൽ ബലഹീനനുമായിരുന്നു. എന്ന് പറഞ്ഞാൽ തിരിച്ചു വേണമെങ്കിൽ ഹാബീലിന് കാബീലിനെ കൊല്ലാൻ എളുപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തില്ല, ആ തിന്മയ്ക്ക് മുതിർന്നില്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഖുർആൻ പറയുന്നതായി, സൂറത്തുൽ ബഖറ. വിശുദ്ധ ഖുർആൻ ധാരാളം തവണ ആവർത്തിച്ച് പറഞ്ഞതാണ് ഈ ചരിത്രം. ഒന്നൊന്നും അല്ല, 9 അല്ല, ധാരാളം സ്ഥലത്ത് ഖുർആൻ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ. ആദം നബിയുടെ സംഭവങ്ങൾ, സുജൂദിന്റെ സംഭവങ്ങൾ, കൊലപാതകത്തിന്റെ സംഭവങ്ങൾ. അതിൽ ശക്തനായ ഹാബീൽ പറയുന്നുണ്ട്, ബലഹീനനായ നീ, എൻ്റെ സഹോദരനായ നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടിയാലും, എന്നെ കൊല്ലാൻ നീ തുനിഞ്ഞാലും നിന്നെ കൊല്ലാൻ ഞാൻ തുനിയില്ല സഹോദര എന്ന് പറയുന്നുണ്ട്. ആരാ? ശക്തിയുള്ള ഹാബീൽ പറയുന്നു ബലഹീനനായ ഘാതകനായ കാബീലിനോട്, നീ എന്നെ കൊല്ലാൻ വേണ്ടി മുതിർന്നാലും ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി മുതിരുകയില്ല. കാരണം എന്താ? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, എനിക്ക് പടച്ചവനെ പേടിയുണ്ട്. പ്രവാചകന്റെ മക്കളാ രണ്ടും. ആദം നബി ആദ്യത്തെ പ്രവാചകനും കൂടിയാണ്, ആദ്യത്തെ മനുഷ്യന് മാത്രമല്ല ആദ്യത്തെ നബിയുമാണ്. ആദ്യത്തെ നബിയുടെ മക്കൾക്കിടയിലാണ് ഈ സംഭവം. ഒരു പെണ്ണിന് വേണ്ടി, ഒരു പെണ്ണ്. കാബീൽ കെട്ടേണ്ടത് ഹാബീലിന്റെ സഹോദരിയെയാണ്, ഹാബീൽ കെട്ടേണ്ടത് കാബീലിന്റെ സഹോദരിയെ. എന്ന് പറഞ്ഞാൽ ഒരു പ്രസവത്തിൽ 2 മക്കളാണ് ആദം നബിക്ക്. എല്ലാം ടിൻസുകളാണ്, എല്ലാം ഇരട്ടകളാണ്. കാരണം വേറെ മനുഷ്യരില്ലല്ലോ ലോകത്ത്. കല്യാണം നടന്നാലല്ലേ പരമ്പര നിലനിൽക്കൂ. ഇന്നിപ്പോൾ ആരും അങ്ങനെ മുതിരൊന്നും വേണ്ട കേട്ടോ, ഖുർആനുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ആക്കട്ടെ, സൂക്ഷിച്ചോണം, പലതും സൂക്ഷിച്ചു പറയേണ്ട കാലമാണ്. ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഉമ്മ മകന് പേര് വെക്കാൻ പോലും ധാരാളം പേരുകൾ നോക്കിയിട്ടൊന്നും ഉമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇബിലീസ് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ മകന് ഉമ്മ ഇബിലീസിന്റെ പേര് വെച്ച്. അപ്പോൾ അതൊരു മുസ്ലിയാരാണോ ചെയ്തത്? മോനത്തെ പേര് ഇബിലീസ് എന്നാണ്. അത് മോശമാണ്. ഖുർആനിലുണ്ടല്ലോ, പിന്നെ എന്നാ ഉമ്മനായാലേ പറഞ്ഞേ. എവിടെ ഉണ്ട് ഇത്? ഇത് കാല ഇബിലീസ് എന്ന് ഖുർആൻ. പിന്നെ എന്താ കുഴപ്പം? ഖുർആനിലുണ്ട്. ഖുർആനിലുള്ളതെല്ലാം ചെയ്താണുള്ളതല്ല, സൂക്ഷിക്കണം. ഞാൻ അതിനടുത്ത് ഉദാഹരണം പറഞ്ഞത് മനസ്സിലാകാൻ വേണ്ടിയാണ്. അവിടെ ഇത് ആദനബിയുടെ കാലഘട്ടത്തിൽ ഇരട്ടകളാണ് പ്രസവിക്കുന്നത്, ഒരാണും ഒരു പെണ്ണും, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ 120 മക്കളുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണെന്നറിയത്തില്ല, ചരിത്രമാണ്. എന്തുവാട്ടെ, ഏതായാലും കാബീൽ കെട്ടേണ്ടത് ഹാബീലിന്റെ സഹോദരിയാണ്, ഹാബീൽ കെട്ടേണ്ടത് കാബീലിന്റെ സഹോദരിയാണ്. ഹാബീൽ തയ്യാറാണ്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഹാബീലിന്റെ സഹോദരി ഇച്ചിരി കറുത്തിട്ടാണ്, ശകല സൗന്ദര്യം കുറവാണ്. എന്നാൽ കാബീലിന്റെ സ്വന്തം സഹോദരിയോ അതിസുന്ദരിയാണ്. അപ്പോൾ കാബീലിന് എന്ത് വേണം? സ്വന്തം സഹോദരിയെ തന്നെ കെട്ടണം. അവിടെ തർക്കം, വേറെ പ്രശ്നമൊന്നുമില്ല, വലിയ സംഭവമൊന്നുമല്ല. കനകം മൂലം കാമിനി മൂലം ഉലകിൽ കേട്ടിട്ടില്ലേ ആ കഥയൊക്കെ? പണ്ടത്തെ കാരണവന്മാർ പറയുന്ന അതാണ് തുടക്കം. അതാണ് ഈ സംഭവം. കാമിനിയാ. അപ്പോൾ അതിന് വിളിച്ചില്ല പറയും, മോനെ അത് നിനക്ക് ഹലാലല്ല, ഹറാമാണ്. അതിനുമെന്ന് പറഞ്ഞു, മകനെ കാബീലെ, നിനക്ക് നിന്റെ കൂടെ പിറന്ന സഹോദരിയെ കെട്ടാൽ ഹറാമാണ്, അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. നീ ഹാബീലിന്റെ സഹോദരിയെ കെട്ടിക്കോ. എനിക്ക് പറ്റൂല, ഞാനത് ചെയ്യില്ല, എനിക്ക് എൻ്റെ സഹോദരി തന്നെ വേണം. കാരണം അവിടെ സുന്ദരിയെ. ഇപ്പം മനുഷ്യനെ പുരുഷന്മാരെ വഴികെടുത്തുന്നതിൽ ഒന്നാമത്തെ ഘടകം ഏതാ? പെണ്ണിന്റെ സൗന്ദര്യം. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, സൗന്ദര്യം നോക്കി പോകലും ഒരുപക്ഷെ ആ സൗന്ദര്യം അവളെ വഴികെടുത്തിയാക്കാൻ സാധ്യതയുണ്ടില്ലേ?
സൗന്ദര്യമല്ലേ ലോകത്ത് വഴികേടിന്റെ തുടക്കം അല്ലെന്ന് പറയാമോ? ഇതാ ഇവിടെ തന്നെ ഖുർആനിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോ ഇവിടെ നോക്കി ജീവിക്കാനുള്ള അവകാശം ഹനിക്കുകയാണ് സഹോദരന്റെ. കൊലപാതകത്തിലൂടെ, നിഷ്ഠൂരമായ കൊലയിലൂടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം ചോദ്യം ചെയ്യുകയാണ്. അതാ ഞാൻ പറയുന്നത്, അവകാശ സംരക്ഷണം എന്ന് പറയുന്ന പ്രമേയം പ്രസിദ്ധമാണ്, നല്ലതാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി 2026 ജനുവരി 19 ദക്ഷിണ കേരള ജമിയത്തുൽ കൊല്ലം ആശ്രമ മൈതാനിയിൽ 1,00,000 പേര് പങ്കെടുപ്പിക്കുന്ന ഒരു റാലിയും ഒരു പൊതുസമ്മേളനം നടത്തുന്നു. പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവൊക്കെ പങ്കെടുക്കുന്ന ധാരാളം പണ്ഡിതന്മാരുള്ള വലിയൊരു നിബിഡമായ സദസ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അവർ. ഞാനും നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനുവേണ്ടി ബസ്സുകളൊക്കെ ഏർപ്പാടാക്കി ഇവിടെ നിന്ന് പോകണം. ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒരു ഭാഗം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ജനാധിപത്യ പോരാട്ടത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഇന്ത്യ മഹാരാജ്യം ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടി നമുക്ക് ചില അവകാശങ്ങളുണ്ട്. പൗരാവകാശമുണ്ട്, മതസ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, ഇതൊക്കെയുണ്ട്. നമ്മൾക്ക് എന്തും കഴിക്കാം, എന്തും ധരിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം, എങ്ങനെയും ആരാധിക്കാം, ആരെ വേണമെങ്കിലും ആരാധിക്കാം. ഇസ്ലാമിന്റെ നിയമമല്ല കേട്ടോ, ഇന്ത്യയിലെ നിയമം പറയാം. ഇസ്ലാമിന്റെ നിയമത്തിൽ അള്ളാനെ ആരാധിക്കാം. അപ്പൊ ഇവിടെ ഇതൊക്കെ ചോദ്യം ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിഷേധിക്കുക തന്നെ വേണം. എങ്ങനെയാ പ്രതിഷേധിക്കേണ്ടത്? നമുക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്കനുവദിക്കപ്പെട്ട നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജനാധിപത്യപരമായി പ്രതിഷേധിക്കണം എന്നതിന്റെ അഭിപ്രായം. അത് വേണം. എല്ലാം ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കണമെന്നല്ല. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളാകുമ്പോൾ കുറെ അടയാളങ്ങളുണ്ടാവും. മനുഷ്യന് സാധാരണ പറയുന്നൊരു തെറ്റിദ്ധാരണ തിരുത്താം. അന്ത്യനാൾ കുറെ അടയാളങ്ങളുണ്ടാവും. അന്ത്യനാളിൽ കുറേ അടയാളം ഉണ്ടാവും. സ്ത്രീകളുടെ എണ്ണം കൂടും, പുരുഷന്മാരുടെ എണ്ണം കുറയും, നർത്തകികൾ വർദ്ധിക്കും, പാട്ട് കച്ചേരികൾ കൂടും. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നരകോത്സവം നടക്കുന്ന പാട്ട് കച്ചേരി ഉണ്ട്. അതിനകത്ത് ഇരാറ്റുപേട്ടയിൽ നരകോത്സവത്തിൽ പാട്ട് കച്ചേരി ഉണ്ട്. എല്ലാ തൊപ്പിക്കാരും പോയിരിപ്പുണ്ട്. മാഷാ അല്ലാഹ്, നല്ല സാന്നിധ്യമാണ് നരകോത്സവത്തിൽ. നല്ല സാന്നിധ്യമാണ്. തൊപ്പിക്കാര്, താടിക്കാര്, ജുബ്ബക്കാരൊക്കെ ഉണ്ടെന്നാ കണ്ടവരെ പറഞ്ഞു. ഇതുവരെ ഞാൻ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഒത്തിരി പബ്ലിസിറ്റി ചെയ്യുന്നുണ്ട്. എന്തുവാട്ടെ പടച്ചവനത് പരാജയപ്പെടുത്തട്ടെ എന്നാ എൻ്റെ ദുആ. ലാമി പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, എൻ്റെ ദുആ അല്ലാഹ് പരാജയപ്പെടുത്തണം. കാരണം അതൊക്കെ ഉമ്മത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഷർറാണ്, ഫിത്നയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 500 പേര് പങ്കെടുക്കുന്ന ഒരു ഗാനമേള നടക്കും. അന്ത്യനാളാകുമ്പോൾ 500 പേര് പങ്കെടുക്കുന്ന ഒരു ഗാനമേള നടക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. അവരെ മുഴുവനും ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്ന ഒരു ദിവസം വരുന്നുണ്ട്. എൻ്റെ അഭിപ്രായമല്ല, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ നാവുകൊണ്ട് പറഞ്ഞു. ഗാനമേളയ്ക്ക് പിന്തുണ കൊടുക്കുന്നവരും പോയിരിക്കുന്നവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം നല്ലതാ. എപ്പോഴാ മുകളിൽ നോടരുന്നവരെന്ന് പറയാൻ പറ്റത്തില്ല. ചെറിയൊരു പേടിന്നല്ല. ഇതൊക്കെ പച്ചക്ക് തുറന്ന് പറയേണ്ട കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഇവിടെ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അപ്പുറത്തേക്ക് കടന്നു പോകുന്നതുമില്ല. ഇന്നത് ഉമ്മത്തിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഹലാലാണെന്നും സുന്നത്താണെന്നും മുസ്തഹബാണെന്നും ഒക്കെ തോന്നുന്ന തരത്തിൽ നിയമമാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു, വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു, പിന്തുണ ഏറിക്കൊണ്ടിരിക്കുന്നു, സമ്പത്ത് മുടക്കാൻ മടിയില്ലാതായിരിക്കുന്നു. ജനങ്ങളെ തിങ്ങി അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നു. അത് അഭിമാനമായി പറഞ്ഞു നടക്കുന്നു. വിവാഹത്തിൽ ഉൾപ്പെടെ വിവാഹ സദ്യ, വിവാഹ സൽക്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം മാമാങ്കങ്ങളിലൊക്കെ അവിഭാജ്യ ഘടകമായി ഹറാമായ സംഗീതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഔലിയാക്കളുണ്ടെങ്കിലും ശരി, ഉസ്താദന്മാരുണ്ടെങ്കിലും ശരി, ഒരു കുറവും വരുന്നില്ല. സ്ത്രീകൾക്കൊക്കെ ഉസ്താദിനെ കാണുമ്പോൾ തലേ തട്ട സുന്നത്താ, അല്ലെങ്കിൽ ഹലാലും. അങ്ങനെയാണ്. രാവിലേക്ക് നടന്നു വരിക ഒരു സ്ഥലത്തൂടെ, 2-3 സ്ത്രീകൾ സംസാരിച്ചു, ആരുടെ തലയിൽ തട്ടമില്ല. ഞാൻ എൻ്റെ കൂടെ ഒരാൾ വേറെയുണ്ട്, പെട്ടെന്ന് 3 പേരും തലേ തട്ടമുണ്ട്. ചിലപ്പോൾ ഒരാളെ എനിക്ക് അറിയുന്ന ആളാണ്. ഞാൻ അടുത്ത് പോയിട്ട് പറഞ്ഞ്, ഇത് എപ്പോഴും ഫർളാ കേട്ടോ, എന്നെ കാണുമ്പോൾ മാത്രമല്ല. അവൻ ചിരിച്ചോണ്ട് പോയി. വെറുതെ എന്തായാലും പറയാവുന്ന ആളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ പറയാതിരിക്കൂല നമ്മൾ. ഞാൻ പറയും, ഇതിങ്ങനെ ഒരു പൊതുവായ ഒരു ധാരണയുണ്ട്. ആ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കൂടെ നമുക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള അവകാശവും ഉണ്ടാകണം. മനുഷ്യനായി ജീവിച്ചാൽ മാത്രം പോരാ. നമുക്കൊക്കെ നമ്മൾ പള്ളിയിൽ വരുന്ന ഈമാനുള്ള, അള്ളാഹുൽ വിശ്വസിക്കുന്ന, റസൂലിൽ വിശ്വസിക്കുന്ന, അള്ളാഹു റസൂലിനെ അനുയായിയാണെന്ന് അഭിമാനിക്കുന്ന നമുക്കൊക്കെ മുസ്ലിമായി ജീവിക്കണം. വെറുതെ മനുഷ്യനായി ജീവിച്ചാൽ പോരാ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്,
നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുചര്യകളും ജീവിതത്തിൽ മുൻഗണനയോടുകൂടി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ സ്വാതന്ത്ര്യമായി ജീവിക്കാനുള്ള അവകാശം ഞാൻ വകവെച്ചു തരാം എന്ന് ഖുർആൻ. അവരല്ല, ഞാൻ വകവെച്ചു തരാം. അപ്പൊ നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ പോരാട്ടങ്ങൾ വേണ്ടിവരും, അവകാശങ്ങളെ സംരക്ഷിക്കാൻ പോരാട്ടം വേണ്ടിവരും. ഇതൊക്കെ നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരാണ്, അവരുടെ കൂടി കൊടുക്കണം ആവശ്യം. അവരെ അതിനോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുന്ന കാര്യവും നമ്മുടെ ഏറ്റവും വലിയൊരു മറവി സംഭവിച്ചത് അവിടെയാണ്. ഏറ്റവും വലിയ മറവി. നമ്മളൊക്കെ മുസ്ലിമാണെന്നൊക്കെ പറയുമ്പോഴും അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന കാര്യം നമുക്ക് അത്ര വലിയ ചിട്ടയൊന്നും എനിക്ക് നിങ്ങൾക്കും ഇല്ലെന്ന് തോന്നുന്നു. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല വെളിച്ചമായി പോയത് നമ്മുടെ ജീവിതം, നല്ല പ്രകാശമായത്. വെല്ലുവിളികളൊക്കെ പോയത് ഇന്ന് ഉമ്മത്തിൽ സഹോദരന്മാരെ, ഇന്ന് ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഉൾപ്പെടെ വംശീയതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിലൊക്കെ ജാഹിലി കാലഘട്ടത്തിൽ നടമാടിയിരുന്ന അറുകൊലകളും ഏറ്റുമുട്ടലുകളും അക്രമങ്ങളും കൊള്ളകളും ഒക്കെ ഇന്നും നിർബാധം ഇന്ത്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. വംശീയതയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ. ബംഗ്ലാദേശിയാണ്, മുസ്ലിമാണെന്നറിഞ്ഞാൽ തല്ലിക്കൊല്ലാൻ ഒരു മടിയില്ലാത്ത കാട്ടാളന്മാർ ഇന്ത്യയിൽ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടു സഹിക്കാൻ പോലും കഴിയാത്തത്ര കടുത്ത ക്രൂരതകൾ, നിയമമുണ്ട് എന്ന് പറയുന്ന, കോടതി ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ, ലോകത്ത് മുഴുവനും നമ്മുടെ നാട്ടിലും എങ്ങനെ ഉണ്ടായി? അള്ളാഹു അറിയാതെ ഒന്നും ലോകത്ത് സംഭവിക്കില്ലല്ലോ. നമുക്ക് അള്ളാഹു ലോകത്ത് ജീവിക്കാൻ അവകാശം തന്നു, ഭൂമിയെ സ്വസ്ഥമാക്കി തന്നു, ആകാശത്ത് മഴ പെയ്യിപ്പിച്ചു തന്നു, വൃക്ഷലതാദികളും മുളപ്പിച്ച് ഭക്ഷണങ്ങൾ നൽകി, ആഹരിക്കാനുള്ള സംവിധാനം ചെയ്തു, ഉടുക്കാനും കിടക്കാനുള്ള സംവിധാനം ചെയ്തു. അള്ളാഹിനെ നമ്മൾ മറന്നപ്പോ അള്ളാഹു തആല ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിവരിച്ച് കാണിക്കും എല്ലാവർക്കും വേണ്ടി. ഒരു വീട്ടിൽ 5 മക്കളുണ്ടെങ്കിൽ മൂത്തവന് തല്ലു കൊടുക്കുന്നത് ഇളയവനും പഠിക്കാനാണ്, അല്ലേ? ശരിയല്ലേ? 4 വയസ്സുള്ള കൊച്ചിനെ തല്ലില്ല, 15 വയസ്സുള്ളവനെ തല്ലുന്നത് എന്തിനാ? എടാ ഇത് നോക്കിക്കോന്ന് പറയാനാ. ഇത് നിനക്കും വളർന്നു വരുമ്പോൾ നേരെ അല്ലെങ്കിൽ നിനക്കിട്ടും കിട്ടും ഇത് സൂചനയാണ്. പടച്ചവൻ മുഅ്മിനീങ്ങൾ ശിക്ഷിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയല്ല, പഠിപ്പിക്കാനാണ്. മുഅ്മിനീങ്ങൾ ഒരിക്കലും ഒന്നും ശിക്ഷിക്കാറില്ല ദുനിയാവില്, ശിക്ഷയല്ലത്, മറിച്ച് എന്താ? തഅദീബ് എന്ന് പറയും, മര്യാദ പഠിപ്പിക്കാനുള്ള ചികിത്സ, ഒരു ട്രീറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമ്മൾ കണ്ടുപഠിക്കണം, കണ്ടുപഠിച്ചില്ല അപകടം. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നവരെ ഇങ്ങനെ നോക്കിയിരുന്നാൽ വന്നാൽ പിന്നെ അവസരമൊന്നും ഉണ്ടാകും. ഇത് ഭയപ്പെടുത്തലൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമുക്ക് ഈമാനോട് ജീവിക്കണം, ഈമാനോട് മരിക്കണം. സ്വാതന്ത്ര്യം നമുക്ക് കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഉടുക്കാനൊക്കെ സ്വാതന്ത്ര്യമൊക്കെ വേണം. അത് ആര് ചോദ്യം ചെയ്താലും നമ്മൾ സമ്മതിക്കൂല. കാരണം ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ചിലപ്പോൾ തോന്നിപ്പോവും പഴയ കാലത്ത് ബ്രിട്ടീഷുകാരെ പറഞ്ഞ കുറച്ചുകൂടെ നല്ലതെന്ന്. ചില സംഭവമൊക്കെ കാണുമ്പോൾ അവർ ഇത്രയും ദുഷ്ടോരാമരാല്ലായിരുന്നു തോന്നും. ചില സമയത്ത് നിരപരാധികൾ അവരും കൊല്ലാറില്ല. ഇത് വെറുതെ നിരപരാധികളെ കൊല്ലുന്ന അവസ്ഥ. അസാമിലും ജാർഖണ്ഡിലും UP-ലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇപ്പോൾ ആയല്ലോ, പാലക്കാട് പോയി. അത് കേരളത്തിൽ വരില്ല എന്ന് പറഞ്ഞ് കേരളത്തിലും വന്നു. അവർക്ക് ഒരു മതമേ ഉള്ളൂ, അത് അക്രമത്തിന്റെ മതമാണ്. അവർക്കൊരു ശൈലിയേ ഉള്ളൂ, അവർ അനീതിയുടെ ശൈലിക്കാരാണ്. അവർക്ക് ആരെയും പേടിയില്ല, ഭയമില്ല, നിയമം അവർക്ക് പ്രശ്നമല്ല. ഇപ്പൊ UP-ലൊക്കെ വീട് വിടാൻ തന്നെ ഒരു വാള് വിതരണം ചെയ്യാൻ. അതിനെന്തിനാ പറയുന്നത്? മൊല്ലമാരെ കൊല്ലാനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ചുള്ള അവരുടെ ഭാഷ അത്, മൊല്ലമാരെ കൊല്ലാൻ. പരസ്യമായിട്ട് ഇത്രയും അതിക്രമം നടക്കുന്നു, ആരും മിണ്ടുന്നില്ല. ഇവിടെ നമ്മളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളിൽ നിന്നുകൊണ്ട് പോരാടേണ്ടതുണ്ടെങ്കിൽ പോരാടുക തന്നെ വേണമല്ലോ. വാള് വേണ്ട, അല്ലാതെ പോരാടാം. ഇന്നും ഇന്ത്യയിൽ നിയമങ്ങൾ ബാക്കിയുണ്ട്, കോടതികളുണ്ട്, അക്രമി സംഘങ്ങളെ അമർച്ച ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. നമുക്ക് ശരിയായ നിലയിൽ അതിൽ ഇടപെടലുകൾ ഉണ്ടാവണം, ശക്തമായ മുന്നേറ്റങ്ങൾ ഉണ്ടാവണം, സമൂഹത്തിന്റെ ഐക്യം രൂപപ്പെട്ടു വരണം. സംഘടനകളും സംവിധാനങ്ങളും ഒന്നും അല്ല വലുത്, മറിച്ച് സമുദായമാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറണം. കാരണം നമ്മുടെ ശത്രുക്കൾക്ക് സംഘടനയും ഇല്ല, സംവിധാനവും ഇല്ല, മറിച്ച് അവർക്ക് സമുദായം. പലപ്പോഴും പലരും അവരുടെ വൃത്തികെട്ട നാക്കുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം തീവ്രവാദിയാണ്, അത് ലീഗുകാരൻ തീവ്രവാദിയാണ്, CPM-കാരൻ തീവ്രവാദിയാണ്, SDP-കാരൻ തീവ്രവാദിയാണ്, പോപ്പുലർ ഫ്രണ്ടുകാരൻ തീവ്രവാദിയാണെന്ന് പറഞ്ഞിരുന്ന കാലം പോയി. ഇപ്പൊ മുസ്ലിമാണോ തീവ്രവാദിയാണ്? നമ്മുടെ പഴയ MLA ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് മൈക്കിന് മുമ്പിൽ പരസ്യമായിട്ട്, അല്ലേ? എത്ര ധൈര്യം!
അവരുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. നമുക്കിത് മനസ്സിലായിട്ടില്ല, നമ്മളുടെ മൗഢ്യം കാരണമായി. നമുക്ക് മനസ്സിലാക്കേണ്ട സമയമായി, നോക്കിയിരിക്കേണ്ട സമയമല്ല. അതുകൊണ്ട് ചില നീക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകണം. ദീനിലേക്ക് നമ്മുടെ പുതുതലമുറ ഇപ്പോൾ 6-ാം തീയതി കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ഒരു തബ്ലീഗ് സമ്മേളനം നടക്കുന്നുണ്ട്. ഇടുക്കി ജില്ല, കോട്ടയം ജില്ല സംയുക്തമായി ഈ വരുന്ന 6-ാം തീയതി കാഞ്ഞിരപ്പള്ളിയിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതിലും പ്രസ്ഥാനം കാണണ്ട സഹോദരന്മാരെ. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ ദീനുമായി ഒരു ബന്ധവുമില്ല. അവരെ ദീനുമായി ബന്ധപ്പെടുത്താനുള്ള മാർഗം അതിൻ്റെ അകത്തും മുഴുക്കൂത്ത് വന്ന കാലമാണ്. പറയുമ്പോൾ സങ്കടം ഉണ്ടെങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വരാം. അതിൻ്റെ അകത്തും പുഴുക്കുത്ത് ഒരു കാലത്തും വരില്ല എന്ന് പ്രതീക്ഷിച്ച തബ്ലീഗിന്റെ മഹത്വമായ അമലിൽ പോലും പുഴുക്കുത്ത് വന്ന കാലം ആലോചിച്ച് നോക്കിയേ. അള്ളാഹു അവരെ ഒന്നാക്കട്ടെ, നന്നാക്കട്ടെ. അൽമാർത്തോടെ ആമീൻ ഉറക്കെ പറയണം. കാരണം എന്താ, അതൊരു തുരുത്താ, പച്ച തുരുത്ത്. സംഘടനകളുടെ ബാഹുല്യം കൊണ്ട് വീർപ്പ് പുണർന്ന സംസ്ഥാനത്ത് സംഘടനയുടെ ആവശ്യമൊന്നുമില്ല, ദീനുണ്ടാവണം. സംഘടനയ്ക്ക് ഇത്ര താഴെ സ്ഥാനം. നമ്മുടെ സംഘടന അഭിമാനമാണെന്ന് പറയുമ്പോ ദക്ഷിണ അഭിമാനമാണ്, സമസ്ത അഭിമാനമാണ്, സുന്നി അഭിമാനമാണ്, തബ്ലീഗ് അഭിമാനമാണ്, ജമാഅത്ത് അഭിമാനമാണ്, മുജാഹിദിന്റെ വിസ്ഡത്തിന് വിസ്ഡക്കാരൻ അഭിമാനമാണ്, KNM അത് അഭിമാനമാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് ഖാല ഇന്നനി മുസ്ലിമീൻ, ഇസ്ലാമിന്റെ അഭിമാനമാണെന്ന് പറയണം. അതിലേക്ക് പറഞ്ഞു നമ്മൾ ഇസ്ലാമിന്റെ അഭിമാനമാണ്, അതിന്റെ താഴെയാണ് ബാക്കിയെല്ലാം. എല്ലാം അതിന്റെ താഴെയാണ്. അല്ലാഹു തആല ഖുർആനിൽ ഒരു സംഘടനയുടെ പേര് പറഞ്ഞിട്ടില്ല. അല്ലാഹ് അങ്ങനെ പറഞ്ഞോ ഏതെങ്കിലും സംഘടനയുടെ പേര് ഖുർആനിൽ? അല്ലാഹുവിന്റെ ഹബീബ് വധിക്കപ്പെട്ടു. ഇസ്ലാമിൽ ലോകം വലിയ പ്രശ്നകലുഷിതമായ അന്തരീക്ഷമാണ്. കുറെ പേര് മുർത്തദ്ദായി ഇസ്ലാമിൽ നിന്ന് പോയി, കുറെ പേര് ജുമാഅയ്ക്ക് വരില്ല എന്ന് പറഞ്ഞു, കുറെ പേര് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു, കുറെ പേര് അബൂബക്കറിനെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു, കുറെ പേര് നബിതങ്ങൾ വന്നാലേ മുസ്ലിം ആവുള്ളൂ എന്ന് പറഞ്ഞു. പ്രശ്നകലുഷിതമായ അന്തരീക്ഷം, ഏറ്റവും തീവ്രമായ കാലം നബിതങ്ങളുടെ വഫാത്തിന് ശേഷം. അത്രയും തീവ്ര കലുഷിതമായ ഒരു അന്തരീക്ഷം ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി. എല്ലാവരും കരുതിയിരുന്നത് അബൂബക്കർ ബലഹീനനാണെന്നാണ്. ഉമറാണ് ശക്തനെന്ന് വിചാരിച്ചു പലരും, പലപ്പോഴും അങ്ങനെ ധരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂസാ നബി തൂർ സിനയിലേക്ക് തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ മുഹമ്മദ് നബി പോയിരിക്കുകയാണ്, അദ്ദേഹം മരിച്ചിട്ടില്ല. ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ ഉമറിന്റെ വാളവന്റെ കഥ കടിക്കുമെന്ന് പറഞ്ഞു. ഹാല് തെറ്റി, അവസ്ഥ മാറി, ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചു. ആകെ അസ്വസ്ഥനായി ഉമർ മദീനയിൽ നിന്ന് തെരുവോരങ്ങളിൽ ഓടി നടന്നു. ആർക്കും ഉമറിനോട് ഏറ്റുമുട്ടാൻ ധൈര്യം ഉണ്ടായില്ല. ഒരാളും നേരെ വന്നില്ല. ഉമറിന്റെ വാളിന്റെ മൂർച്ച എല്ലാവർക്കും അറിയാം, ചരിത്രം അതിന് സാക്ഷിയാണ്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും ബലഹീനാണെന്ന് പറഞ്ഞു. ആയിഷ ബീവി ബലഹീനാണെന്ന് പറഞ്ഞു. എന്റെ വാപ്പയെ ഇമാമത്ത് നിർത്തരുത്, അദ്ദേഹത്തിന് കരച്ചിലടക്കാൻ സാധിക്കൂല നബിയെ എന്ന് സ്വന്തം ഭർത്താവിന്റെ ശുപാർശ ചെയ്തു. അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് റളിയല്ലാഹു അൻഹു മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് സന്നിഗ്ധ ഘട്ടത്തിൽ വാളടത്തി മുമ്പിൽ കയറി. അതാണ് ധീരത, അതാ ധീരത. ആ ധീരത ഉമ്മത്തിൽ നിന്ന് ആർക്കുമില്ല. ലോകത്തൊരു അബൂബക്കർ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നുമ്മത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നവും അവർക്ക് വരില്ലായിരുന്നു. ഒരൊറ്റ അബൂബക്കർ ലോകത്തില്ല. ഉണ്ടോ? ഇല്ല. ധീരമായി എന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ലോകത്തിന്റെ മുത്തായ ഹബീബായ നബി മുസ്തഫ റസൂലുള്ളാഹി തങ്ങളുടെ പിൻഗാമിയായി നുബുവത്ത് ഒഴിച്ച് ബാക്കിയെല്ലാ ഉത്തരവാദിത്വങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ ബലഹീനനും ശക്തനും എന്റെ മുമ്പിൽ തുല്യനാണ്. നിങ്ങളിൽ ബലഹീനനും ശക്തനും എന്റെ മുമ്പിൽ തുല്യനാണ്. ആർക്കെങ്കിലും അവകാശം കിട്ടാനുണ്ടെങ്കിൽ അബൂബക്കറിനെ സമീപിച്ചു കൊള്ളണം, അത് വാങ്ങിത്തരാം. എത്ര വലിയ കൊമ്പരിൽ നിന്നാലും ഞാനത് വാങ്ങിത്തരുമെന്ന് നീതിയുടെ ശബ്ദം പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു. മദീനയുടെ മെമ്പർ എന്ന് വിറച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അവസ്ഥയെല്ലാം മാറി, ഞാൻ ആരുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. സയ്യിദുന അബൂബക്കർ എന്ന് പറഞ്ഞു ഓടി വന്ന് മെമ്പറിന്റെ അടുത്തേക്ക് ഓടി വന്ന് രണ്ട് കൈകൾ നീട്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്ത് ഖിലാഫത്ത് അംഗീകരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം പ്രഖ്യാപിച്ചു ധീരമായി സയ്യിദുന അബൂബക്കർ. നമ്മുടെ നേതാവ് ആരാണ്? അബൂബക്കറാണ്. സന്നിഗ്ധ ഘട്ടത്തിൽ മടങ്ങുന്നെങ്കിൽ സംഘടനയിലേക്കല്ല, മറിച്ച് ദീനിലേക്കാണ് മടങ്ങേണ്ടതെന്ന് കൃത്യമായ സന്ദേശമാണത്. ലോകത്താർക്കും നിഷേധിക്കാനാവില്ല. ഒരു സംഘടനയ്ക്കും അവിടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ. അതിന്റെ താഴെ എന്ത് കോപ്രായം ആരും കാട്ടിക്കോട്ടെ സഹോദരന്മാരെ, എന്തും കാണിച്ചോട്ടെ. പക്ഷെ ദീനിനെ മുൻപിൽ നിർത്തിക്കൊണ്ട്, മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട്, ഭിന്നിപ്പിന്റെ ശബ്ദമല്ല,
മറിച്ച് ഐക്യത്തിന്റെ ശബ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ അവർക്കാണ് ഇന്ന് ലോകത്ത് പ്രസക്തിയുള്ളത്. അവരാണ് യഥാർത്ഥ സംഘടനക്കാർ. വീക്ഷണ വ്യത്യാസങ്ങൾ ലോകത്തിന് പുതിയതൊന്നുമല്ല, വളരെ പഴയതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട്, ഞാനും അലി ഇബ്നു അബീ താലിബും തമ്മിൽ 70 മസലയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മഹാപണ്ഡിതനാണ്, അലി ഇബ്നു അബീ താലിബ് അതിലും വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ മരുമകനായ അലിയും തമ്മിൽ 70 മസായിലുകൾ 70 വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. എപ്പോഴെങ്കിലും സലാം പറയാതെ മുഖം തിരിഞ്ഞു പോയിട്ടില്ല. ഒരിക്കൽ പോലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കണ്ടിട്ട് അലി റളിയല്ലാഹു അൻഹു വഴിമാറി നടന്നിട്ടില്ല സഹോദരന്മാരെ. അത് അവരാണുങ്ങളായതുകൊണ്ടാണ്. ഇന്ന് സംഘടനകളെ നയിക്കുന്നത് പെണ്ണുങ്ങളായതുകൊണ്ടാണ് വഴിമാറി നടക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല. കുറെ പെണ്ണുങ്ങൾ ആളുകളെ വേഷം കെട്ടി വന്നിരിക്കുന്നു. ധീരതയില്ലാത്ത ഭീരുക്കൾ. ഒരിക്കലും അവർ വഴിമാറി പോയിട്ടില്ല. അവരെപ്പോഴും ഒന്നായിരുന്നു. അവർക്കറിയാം, ഒന്നായി നിന്നാൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും. ഭിന്നിച്ചാൽ കത്തി മുടിയെ നീക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെട്ടു പോകുന്നു. ഹബീബുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് എല്ലാ ഖൈറിനെയും ഇല്ലാതാക്കി കളയും ഭിന്നിപ്പ് എന്ന് അവർക്കറിയാം. അതാണ് ദീൻ. അവിടെ നിന്ന് പഠിക്കണം. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് ലോകത്തില്ല റളിയല്ലാഹു അൻഹു, അല്ലാഹു ദറജ ഉയർത്തുമാറാവട്ടെ. 7 കവാടങ്ങളിലും മലർക്കെ തുറന്നിട്ട് വിളിക്കപ്പെടുന്ന മഹാൻ എന്ന് ചരിത്രം പരിചയപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖ് ലോകത്തില്ല. ഉണ്ടായിരുന്നെങ്കിലും മാഷാ അല്ലാഹ് റാഹത്തായ. അള്ളാഹു നമുക്കൊക്കെ നേതൃത്വം തരുമാറാവട്ടെ. അതുകൊണ്ട് ഈ ശബ്ദം നിങ്ങൾ പാഴാക്കി കളയരുത്. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഐക്യത്തോടൊപ്പം നിൽക്കണം, ഭിന്നിപ്പിനോടൊപ്പം പോകരുത്. ഒന്നായി നിൽക്കാമോ എന്ന് നോക്കണം, പലതായി നിൽക്കാമോ എന്ന് ഒരിക്കലും നോക്കരുത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ ഞാൻ പറഞ്ഞില്ല, 2 പ്രധാന സഹാബാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു പ്രശ്നവുമില്ല. അഭിപ്രായ വ്യത്യാസം അവിടെ ഇരിക്കട്ടെ. നമുക്കെല്ലാം ഒരു വചനം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് നമ്മുടെ ഒന്നല്ലേ? നബിതങ്ങളെ നമുക്ക് 2 ഉണ്ടോ? ഇല്ലല്ലോ, ഒരാളല്ലേ ഉള്ളൂ. ഖുർആൻ ഒന്നല്ലേ? ഖിബലയും ഒന്നല്ലേ? പിന്നെന്താ പ്രശ്നം? ഒരേ സ്ഥലത്തേക്ക് ഇതിനെല്ലാം ഒരു ചലസ്കരിക്കുന്നു. എൻ്റെ പുറകെ കൈകെട്ടും. എല്ലാവരും പടിഞ്ഞാറോട്ട് നിൽക്കും. അല്പം വടക്കോട്ട് തെറ്റി, പടിഞ്ഞാറ് അല്പം വടക്കോട്ട് തെറ്റി നിൽക്കും. നമ്മുടെ കിബിലല്ല. ഒരാളെ അങ്ങോട്ട് തിരിഞ്ഞിക്കാറില്ലല്ലോ. പിരിവിൽ സഹകരിക്കും സാറന്മാർ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ദീനിന്റെ ദഅവത്തിന്റെ അമൽ മാഷാ അല്ലാഹ് നല്ല നിലയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നന്നായിട്ട് സഹകരിച്ചു കൊടുത്ത് നമ്മുടെ അടുത്ത തലമുറയിൽ ദീനുണ്ടാക്കാനുള്ള പരിശ്രമം. വേറൊന്നും വേണ്ട, സംഘടനയും മെമ്പർഷിപ്പ് ഒന്നും വേണ്ട. ദീനായിട്ട് ജീവിക്കട്ടെ കുട്ടികൾ. നമ്മുടെ മക്കൾ നമ്മളെപ്പോലും അംഗീകരിക്കാത്ത കാലത്തെ ഇപ്പോൾ ഉള്ളത് അല്ലേ? ശരിയല്ലേ? അവസ്ഥ ഭയങ്കര മോശം. അവരൊന്ന് ദീനുമായി അടുപ്പിക്കാനുള്ള ശ്രമം ഇൻഷാ അല്ലാഹ്. കഴിയുന്ന കുട്ടികളെയും ചെറുപ്പക്കാരെയും എല്ലാവരെയും ഇൻഷാ അല്ലാഹ് 12,500 പേർക്കുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി അവിടെ പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. അതേപോലെ മഹല്ലുകളുടെ 3 മഹല്ലുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു വിവാഹപൂർവ്വ കൗൺസിലിങ്ങിനെ കുറിച്ച് ആലോചനയുണ്ട്. അതായത് വിവാഹം കഴിക്കാൻ പോകുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് വിവാഹ ശേഷമുള്ള ജീവിതം എന്താണ് എന്ന് ഒരു ദിശാബോധം നൽകാൻ ആവശ്യമായ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയെ കുറിച്ച്. ഇതിനാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്നല്ലേ അതിന്റെ പറയാനല്ലേ അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരെയൊക്കെ പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടി. അത് മഹല്ലുകളുടെ സംയുക്ത ആഭിമുഖ്യം. നേരത്തെ ക്രൈസ്തവർ ചെയ്തതാകും. അവർക്കൊക്കെ ആ സർട്ടിഫിക്കറ്റിലെ കല്യാണം നടത്തി കൊടുക്കുള്ളൂ. അത് നിർബന്ധമാണ് അവർക്ക്. പക്ഷേ നമ്മുടെ മഹല്ലുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അല്ലാഹു വിജയിപ്പിക്കുമാറാവട്ടെ. കാരണം ധാരാളം വിവാഹങ്ങൾ നടക്കുന്നു, അതേപോലെ വിവാഹ മോചനങ്ങൾ നടക്കുന്നു. അതാ സങ്കടം. ചെറിയ കാര്യം, ഉപ്പിന് കറിക്ക് ഉപ്പ് കുറഞ്ഞ അമ്മായിമ്മ കുഴപ്പമുണ്ടാക്കി തുടങ്ങിയതാണ്. ഉള്ളി തൊലിച്ചതുപോലെ ഉള്ളെങ്കിലും ഇപ്പൊ 2-2 ചിരിക്കുന്നു. ചിലരൊക്കെ ചിരിക്കുന്നു. ശരി വരും. കാരണം പപ്പടം പൊരിച്ചത് വേണ്ട പോലെ ആയില്ലാത്തത് കൊണ്ട് ഉമ്മ കുറ്റം പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാനെ കുറ്റം പറയുമ്പോൾ നീ തിരിച്ചു പറഞ്ഞ എനിക്ക് തന്നെ വേണ്ടാന്ന് ഭാര്യയോട് ഭർത്താവ് നോക്കി പറഞ്ഞ്. അപ്പൊ എന്നോട് വന്നിട്ട് പറഞ്ഞ തമാശക്കാണ്. ആ തമാശ വീട്ടിലാ, ഭാര്യ വിട്ടുപോയെന്ന് പറഞ്ഞു. കെട്ടിയോളും കെട്ടിയോളും തമ്മിൽ തമാശയില്ല. ഏതിലാ? വിവാഹമോചനത്തിൽ തമാശ ഉണ്ടോ? ആ തമാശ പറഞ്ഞാലും പിന്നെ ബാക്കിയെല്ലാം വേറെ നിയമോ. അവിടെ സൂക്ഷിച്ച് വർത്താനം പറഞ്ഞാൽ നന്നായിരിക്കും. ചുമ്മാ പറഞ്ഞാൽ ചുമ്മാ പറയുന്നില്ല. തലാക്കിലില്ല. തലാക്കിൽ ഒറ്റ കാര്യമുള്ളൂ. എന്ത് പറഞ്ഞാലും ഓക്കെയാ. തിരിച്ചെടുപ്പൊന്നും നടക്കൂല. വേറെ മണിക്ക് കൊണ്ടുവരും. അല്ലാഹു ആക്കട്ടെ. സൂക്ഷിക്കണം. ഇതൊക്കെ പറയുന്നത് തമാശയായിട്ട് കൂട്ടണ്ട, കാര്യഗൗരവമായിട്ട് എടുക്കണം. ഇത്ര വർത്താനം നമ്മൾ നാവിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.
അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ബോധം കൊടുക്കാൻ വേണ്ടി പണ്ഡിതന്മാരും അധ്യാപകരും ഒക്കെ ചേർന്ന ഒരു സംഘം ഇൻഷാ അല്ലാഹ് നമുക്ക് തയ്യാറായി വരുന്നുണ്ട്. അതിനെല്ലാവരും സഹകരിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ വേറൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ഈ ദക്ഷിണ കേരള ജുമത്തുലമാടെ 19-ാം തീയതി നടക്കുന്ന അവകാശ സംരക്ഷണ റാലിക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൂടെ അതിൻ്റെ പ്രചരണ ജാഥ വരുന്നുണ്ട്. 7-ാം തീയതി വൈകിട്ട് ഇരാറ്റുപേട്ടയിൽ ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കടുവാമഴയിൽ കൂടി അവിടെ ഏകദേശം 6 ബസ്സുകൾ അവിടെ നിന്ന് ബുക്ക് ചെയ്തു. നേനാർ പള്ളിയിൽ നിന്ന് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, പുത്തമ്പള്ളി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, മൊഹീദ്ദീൻ പള്ളി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 25ഓളം ബസ്സുകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെടും. 25 ബസ് എന്ന് പറഞ്ഞാൽ അധികം ആളൊന്നുമില്ല. 25 കൊണ്ട് 5 കൊണ്ട് കുടിച്ച് നോക്കി, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. 1 ലക്ഷം പേരാണെങ്കിൽ 10,000 പേര് പോകണം. ഇപ്പം പോയിച്ച് വേണമെങ്കിൽ നമുക്ക് 10,000-40,000 പേരില്ലേ. പക്ഷെ എന്തായാലും നമ്മൾ കുറച്ച് പേര് 1000 പേരെല്ലാം പോകണ്ടേ. അതുകൊണ്ട് നമ്മളിങ്ങനെ ബസ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രൈവറ്റ് വണ്ടികൾ ഇൻഷാ അല്ലാഹ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണ ജാഥ ഈരാറ്റുപേട്ടയിൽ 7-ാം തീയതി എത്തും. എല്ലാവരും ആ പരിപാടിയിൽ നിന്ന് പോയി സഹകരിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അതിൻ്റെ പേര് നിങ്ങൾ നോക്കണ്ട, അത് ദക്ഷിണൊന്നും നോക്കണ്ട. അത് കാലഘട്ടത്തിന് ആവശ്യമാണ്. ആര് നടത്തിയാലും പങ്കെടുക്കണം എൻ്റെ അഭിപ്രായം. ഏത് സംഘടന നടത്തിയാലും അതിൽ പങ്കെടുക്കണം. കാരണം എന്താ, അവകാശ സംരക്ഷണം ഉമ്മത്തിൻ്റെ ഇന്നത്തെ ഒരു അത്യാവശ്യം. ഇവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായി ഇന്ത്യയിൽ തന്നെ മരിക്കണം. ആരും ഓടിച്ചാൽ നമ്മൾ പോകില്ല. അവസരം കിട്ടിയാൽ നമ്മൾ വേറെ സ്ഥലത്ത് പോകും, അത് വേറെ വിഷയം. ഓടിച്ചാൽ നമ്മൾ പോകില്ല. നമ്മുടെ ഓടിക്കേണ്ട അവകാശം ആർക്കുമില്ല ഇവിടെ. ആ നിലയിൽ നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ജനാധിപത്യപരമായി നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിപാടി ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്മേളനത്തിൻ്റെ കാര്യം മറക്കല്ല്. നിസാമുദ്ദീൻ എന്ന ഉലമാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ നിങ്ങൾ പങ്കെടുക്കണം.